എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. നാം എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ സ്ഥാനത്ത് നിന്നാണ്. നമ്മുടെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ നാം ഇപ്പോൾ പറയും, ഈ കാണുന്ന ദേഹമാണ് എൻ്റെ സ്വരൂപമെന്ന്. നമ്മെക്കുറിച്ച് നാം തെറ്റായ വിധത്തിലുള്ള ഒരു ധാരണയാണ് ഇപ്പോഴുള്ളത്. വാസ്തവത്തിൽ ഈ തെറ്റ് ഇനി നമുക്ക് പറ്റരുത്. നമ്മൾ ആരാണെന്ന സത്യം നാം ബോധിക്കണം. ഈ തെറ്റ് നമുക്ക് പറ്റാതിരിക്കാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഈ തെറ്റ് പറ്റാൻ എന്താണ് കാരണം? ഇത് പറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം? തെറ്റ് പറ്റാൻ കാരണം നമ്മൾ ഇന്ദ്രിയങ്ങളിൽ കൂടി പല വസ്തുക്കളും കണ്ട് അതെല്ലാം സത്യമാണ്, അതെല്ലാം സുഖപ്രദമാണെന്ന് ധരിച്ച് അവയിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നതാണ് നമുക്ക് തെറ്റുപറ്റാൻ കാരണം. നമ്മെക്കുറിച്ച് നമുക്ക് അറിയാതിരിക്കാൻ കാരണം. നമുക്ക് പറ്റിയ തെറ്റെന്താ? നമ്മെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നമ്മെക്കുറിച്ചുള്ള ശരിയായ അറിവ് കിട്ടലാണ് നമ്മുടെ തെറ്റിനെ നാം തിരുത്തുക എന്ന് പറയുന്നത്. അതിനാൽ തെറ്റിനി പറ്റാതിരിക്കണമെങ്കിൽ നാം പറ്ററ്റുപോകാൻ പഠിക്കാം. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല. ഇതൊക്കെയാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഇതൊക്കെയാണ് തെറ്റിനി പറ്റാതിരിക്കണമെങ്കിൽ നമുക്ക് പറ്റിയിരിക്കുന്ന തെറ്റ് നമ്മെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. രണ്ടാമത്തെ തെറ്റ്, ഈ പ്രപഞ്ചത്തിനൊക്കെ ആധാരഭൂതമായിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്വരൂപം മറന്ന് അത് മറ്റെങ്ങോ ദേശത്താണ് എന്ന് ധരിച്ചതാണ് തെറ്റ്. ആ തെറ്റിന് പറ്റാതിരിക്കണമെങ്കിൽ നാം തെറ്റിനെ തിരുത്തണം. നമ്മൾ ആരാണെന്ന സത്യം ബോധിക്കണം. ഇനി ആ തെറ്റ് പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല. എവിടെ ഇരിക്കുന്ന ഒന്ന് ഇവിടെ വന്ന് നമ്മെ രക്ഷിക്കുകയല്ല. നമ്മുടെ ഓരോരുത്തരുടെയും അന്തര്യാമിയായി ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് വർത്തിക്കുന്ന ശക്തിവിശേഷം ഏതോ അതാണ് ഈ ജഗത്തിനെല്ലാം ആധാരഭൂതമായിരിക്കുന്നത്. അതിൽ നിന്നൊട്ടും അന്യമല്ല നാം ആരും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് വേറെയായി നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ തെറ്റ് ഇനി നമുക്ക് പറ്റരുത് എന്നാണ്. ആ തെറ്റ് പറ്റാൻ കാരണം നമ്മുടെ സ്വരൂപം മറന്നു. അതിനാൽ നമ്മൾ ഈ കാണപ്പെട്ട പലതിലും നാം പറ്റി ഒട്ടി നിൽക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് സുഖദായകമായതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇതെല്ലാം തിരുത്തി നാം നമുക്ക് ആധാരമായിരിക്കുന്നത് എന്തോ അതിനെ അറിയാൻ നാം പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ശരിയായ ബോധം ഉദയം ചെയ്യും. നമ്മൾ ആരാണെന്ന പരമാർത്ഥ സത്യം അത് ബോധിച്ചാൽ പിന്നെ നമുക്ക് ഈ ജന്മക്ലേശമോ നരകമോ ദുഃഖമോ ഒന്നുമില്ല. പരിപൂർണ ആനന്ദാനുഭൂതി മാത്രമായിരിക്കും നമ്മുടെ അനുഭവം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി നാം നമ്മെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് തെറ്റ് പറ്റരുത്. പറ്റാതിരിക്കാനുള്ള അറിവ് നാം നേടണം. തെറ്റിനെ പറ്റാതിരിക്കണമെങ്കിൽ നാം പറ്ററ്റു പോകാൻ പഠിക്കാം. ഇവയോടൊക്കെയുള്ള പറ്റ് എന്ന് പറഞ്ഞാൽ അടുപ്പം, അറ്റുപോകാൻ നാം പഠിക്കണം. ഇതൊന്നും അല്ല വാസ്തവത്തിൽ നമുക്ക് സുഖദായകമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കി ഇവയോടുള്ള അത്യധികമായ മമതയിൽ നിന്നും നാം പിന്മാറണം. അത് പിന്മാറണമെങ്കിൽ നമ്മൾ മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കണം. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ.
എവിടെയോ ദൂരത്തിരിക്കുന്ന ഒരു ശക്തിവിശേഷം വന്ന് എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല. ആ ഈശ്വരൻ വന്ന് നമ്മെ തുണയ്ക്കുകയല്ല ചെയ്യുന്നത്, അത് നമ്മിൽ തന്നെ നമ്മെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോഴിവിടെ ഇരിക്കാൻ ശക്തി തരുന്നതും സംസാരിക്കാൻ കഴിവ് തരുന്നതും കേൾക്കാൻ നമുക്ക് ആ കേൾവിക്കുള്ള ശക്തി തരുന്നതും ഈ ലോകത്തെ മുഴുവൻ അറിയുന്നതും അതിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് നമ്മിൽ തന്നിൽ താനായി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉപനിഷത്തുക്കളും വേദങ്ങളും ഭഗവത്ഗീതയും ഭാഗവതവും അതുപോലെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമുക്ക് ഉത്ബോധനം തരുന്നത്. അത് ബോധിച്ച് നാം അതായിത്തീരുമ്പോൾ നാം പരിപൂർണരായിത്തീരും. ആ പൂർണ്ണതയാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാവേണ്ടത്. അതിനുവേണ്ടിയാണ് മർത്യദേഹത്തിൽ ഇരുന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ഈ ദേഹമെടുത്തു വന്നിരിക്കുന്നത്. ഈ ദേഹത്തിൽ ഇരുന്ന് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മർത്യദേഹമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഈ ദേഹത്തിൻ്റെ മഹിമ എപ്പോഴാ അറിയുന്നത്? തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ്. തെറ്റിനി പറ്റാതിരിക്കണമെങ്കിൽ നാം പറ്ററ്റു പോകാൻ പഠിക്കാം. എങ്ങോ വിദൂരത്തിരിക്കുന്നൊരീശ്വരൻ വന്നു നമ്മെ തുണയ്ക്കില്ല.